Hi, hello guys, welcome back to my YouTube channel Dot from Universe. Hope you guys all are going very good. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇന്നൊരു പുതിയ റീഡിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അതിന് മുന്നേ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ട്, വീഡിയോയിൽ നമ്പർ കാണുന്നതാണ്, വാട്സപ്പ് ചെയ്യുക. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ഇതാണ്. അതായത് നിങ്ങളുടെ ഒരു വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, നിങ്ങളോട് ഡയറക്റ്റ് പറയാൻ പറ്റാതെ അവരുടെ ഉള്ളിൽ കൊണ്ടു കിടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, അതിനെപ്പറ്റിയാണ് പറയുന്നത്. അതായത് ഇവിടെ ഞാൻ ഏറെക്കുറെ കാണുന്നത് ഒരുതരം മിക്സഡ് ആയിട്ടുള്ളൊരു ഇമോഷനാണ്. ഓക്കെ, ഒരേ സമയത്ത് അവർക്ക് നിങ്ങളടുത്തേക്ക് വരണം എന്നുണ്ട്, നിങ്ങളുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് റിയൂണിയൻ അവർക്ക് ആഗ്രഹമുണ്ട്, റിലേഷൻഷിപ്പ് വളരെയധികം നന്നായിട്ട് ബിൽഡ് ചെയ്യണം എന്ന് കാണുന്നുണ്ട്, അതുപോലെ ഒരു മാരേജ് എന്നുള്ളൊരു കാര്യത്തെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ പോസിറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവരുടെ മനസ്സിൽ പോയി വരുന്നുണ്ട്, വന്നു പോയി നിൽക്കുവാണ്. നിങ്ങളുമായിട്ടുള്ളൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്, സ്നേഹം, ഹാപ്പിനെസ് അത് കാണുന്നുണ്ട്. എന്നാൽ അതേ സമയം തന്നെ അവർക്ക് നിങ്ങളടുത്തോട്ട് വരാൻ ഒരു ഭയം ഞാൻ കാണുന്നുണ്ട്. അവരുടെ സൈഡിലായിരിക്കാം മിസ്റ്റേക്കെങ്കിൽ പോലും ഇനി ഒരു ചാൻസും കൂടെ വേണമോ, ഈ റിലേഷൻഷിപ്പിൽ നിൽക്കണമോ? കാരണം പഴയ എന്തൊക്കെയോ ഒരു തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്ന എന്തൊക്കെയോ ഇഷ്യൂസ്, അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാലും പിന്നെയും പ്രശ്നമാകുമോ? പിന്നെ അവർക്ക് എത്രയൊക്കെ സ്നേഹം ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ അടുത്ത് സംസാരിക്കാനുള്ളൊരു മടി, അവർ നിൽക്കുന്ന ഒരു സ്ഥലത്ത് തന്നെ പിടിച്ച് നിൽക്കുന്നത്, എങ്ങനെയെങ്കിലും കണക്ട് ചെയ്യണം, അത് നിങ്ങളായിട്ട് ആദ്യം വരുമോ, നിങ്ങളായിട്ട് അപ്രോച്ച് ചെയ്യുമോ? ഇടയ്ക്കിടയ്ക്ക് ഒരു സ്വപ്നമൊക്കെ കാണാറുണ്ട്, നിങ്ങളെ സ്വപ്നമൊക്കെ കണ്ട് നെറ്റി എഴുന്നേൽക്കുന്നത്, നിങ്ങളെപ്പറ്റി ആലോചിക്കുമ്പോൾ പെട്ടെന്ന് കുറച്ചൊരു സെക്കൻഡിൽ, ഒരു 5 സെക്കൻഡിലാണെങ്കിൽ പോലും പെട്ടെന്ന് നിങ്ങളെപ്പറ്റി ആലോചിക്കുമ്പോൾ ഒരു നെഞ്ചെടുപ്പ്, ആ ഒരു സമയത്ത് കോൾ ചെയ്യാൻ തോന്നുക. അപ്പോൾ അവരെ തന്നെ അങ്ങനെ കൺട്രോൾ ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, അതായത് ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഭയങ്കരമായിട്ടുള്ള ഒരു മിക്സഡ് ആയിട്ടുള്ള ഇമോഷൻസ്, അവർക്ക് അറിയത്തില്ല ഏത് ശരി, എങ്ങോട്ട് പോകണം എന്നുള്ള സ്ഥിതി, അല്ലെങ്കിൽ എന്താണ് ശരിയെന്ന് അവർക്ക് അറിയത്തില്ല. അങ്ങനെ അവരുടെ മനസ്സിൽ ഒരു മിക്സഡ് ഇമോഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് വരാനുള്ള ഏറ്റവും വലിയ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ എവിടെയാണോ, തേർഡ് പാർട്ടിയാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫാമിലി ഇഷ്യൂസ് ആണോ? മേ ബി തേർഡ് പാർട്ടി ഒരു അമ്മ തന്നെ ആയിരിക്കാം, ഒരു മദർ ഫിഗർ ആയിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി ആയിരിക്കാം. ഫാമിലി എല്ലാവർക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. ആ ഒരു വ്യക്തി ചിലപ്പോൾ ആഗ്രഹിക്കുന്നത് ഫാമിലി എല്ലാവരും കൂടി ഇഷ്ടപ്പെട്ട് അവരുടെ സന്തോഷത്തോടു കൂടി തന്നെ നന്നായിട്ട് പോകുന്നൊരു ഫാമിലി ലൈഫായിരിക്കാം, അതായിരിക്കും അവർ ആഗ്രഹിക്കുന്നത്. അത് അവർക്ക് പറ്റുന്നില്ല. അപ്പോൾ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അവരൊരു മിക്സഡ് ആയിട്ടുള്ള 2 തലത്തിൽ അവർ നിൽക്കുകയാണ്. കുറച്ച് സമയം കുറച്ച് കാര്യം ചിന്തിക്കുമെങ്കിൽ വേറൊരു സമയം വേറൊരു കാര്യം ചിന്തിക്കുക. ഇപ്പോൾ നിലവിൽ അവരുടെ ഒരു മനസ്സിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്കായിട്ട് ഒരു കാര്യത്തിന് അവർ ആക്ഷൻ എടുക്കത്തില്ല എന്നുള്ളൊരു തീരുമാനത്തിലാണ് അവർ നിൽക്കുന്നത്. ഓക്കെ, അതായത് അവരായിട്ട് ഒന്നിനും ഇറങ്ങത്തില്ല, അവർക്ക് ഇങ്ങനെ ഒരു ഇതിലങ്ങ് നിന്നാൽ മതി. കാരണം താനായിട്ട് നിങ്ങളുടെ പേഴ്സണായിട്ട് ഒരു ഡിസിഷൻ എടുത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൽ നാളെ ഒരു സമയത്ത് എന്ത് സിറ്റുവേഷൻ പിന്നെയും വന്നാലും, പിന്നെ എന്തെങ്കിലും ഇഷ്യൂസ് വന്നാലും താനത് ഫേസ് ചെയ്യേണ്ടി വരുമല്ലോ. അപ്പോൾ പിന്നെ അതൊരു തലവേദന എടുത്ത് വയ്ക്കാൻ അവർക്ക് താല്പര്യമില്ല. എന്തൊക്കെയോ സംതിങ് ഒരു പാസ്റ്റ് ബാഗേജ് എന്തോ ഇതുകൊണ്ടാണ് അവർക്ക് അതിനോട് താല്പര്യമില്ല. അവർക്ക് എല്ലാം കൊണ്ട് സറണ്ടർ ആയിട്ട് ലൈഫിൽ ഇനിയിപ്പം എന്തോ നടക്കട്ടെ, എൻ്റെ ലൈഫിലേക്ക് എന്ത് വന്നാലും ഞാനത് അട്രാക്റ്റ് ചെയ്യാൻ റെഡിയാണ് എന്നുള്ളൊരു നിലയിലാണ് നിൽക്കുന്നത്. ഓക്കെ, നിങ്ങളാണെങ്കിൽ നിങ്ങൾ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണെങ്കിൽ അത് താനായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ എന്താണോ അത് വാട്ട് എവർ അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടാണ് നിങ്ങളുടെ ഒരു പേഴ്സൺ നിൽക്കുന്നത്. ഓക്കെ, ഇമോഷണലി വൈസ് നോക്കുമ്പോൾ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് അതിഭയങ്കരമായിട്ടുള്ള എന്താ വെച്ചാൽ സംസാരിക്കണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ പ്രസൻസ്, അവർ ഫിസിക്കൽ പ്രസൻസും എല്ലാം, മെൻ്റലി ഒരു അറ്റാച്ച്മെൻറ്റ്, ഫിസിക്കലി എല്ലാം അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുമായിട്ട് മുന്നോട്ടുള്ള ലൈഫ് അവർ ഇമാജിൻ ചെയ്യാറുണ്ട്. കുറച്ച് സമയം, അതായത് ഞാൻ പറഞ്ഞ മിക്സഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. കുറച്ച് സമയത്തേക്ക് നിങ്ങളുമായിട്ടുള്ള ലൈഫ്, അത് കഴിഞ്ഞിട്ടുള്ള പ്ലാനിങ്, അത് കഴിഞ്ഞിട്ട് എങ്ങനെ ആയിരിക്കണം ജീവിക്കേണ്ടത്, ഒരു ഹാപ്പി ലൈഫ് എവിടെയൊക്കെ പോകണം എന്നുള്ള ഒരു പ്ലാൻ ഒരു ദിവസം അല്ലെങ്കിൽ കുറച്ച് നേരത്തേക്ക് തയ്യാറാക്കുകയാണെങ്കിൽ ഉടനെ അവരുടെ മൈൻഡ് ഡൈവേർട്ട് ചെയ്തിട്ട് അവർ ചിന്തിക്കുകയാണ്, അല്ലെങ്കിൽ ശരിയാവത്തില്ല അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങോട്ട് ഇനി അപ്രോച്ച് ചെയ്ത് വരുമോ എന്നുള്ളൊരു അവർക്ക് ഒരു ഇതുണ്ട്, ഉള്ളിലൊരു ടെൻഷനുണ്ട്, എങ്ങാനും ഇങ്ങോട്ട് വരുമോ, വന്നു കഴിഞ്ഞാൽ ഞാൻ എന്താ പറയേണ്ടത്, ഞാനത് എങ്ങനെ അപ്രോച്ച് ചെയ്യണം,
വൺസ് നിങ്ങൾ അവരുടെ അടുത്തോട്ട് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടെ സംഭവിക്കുന്നത് എന്നുള്ള ഒരു കാര്യം അവരെ ഭയങ്കരമായിട്ട് അലട്ടുന്നതായിട്ട് ഞാനിവിടെ കാണുന്നുണ്ട്. കാരണം അവർക്കൊരു ക്ലാരിറ്റി ഇല്ലാതെ നിൽക്കുകയാണ്. ഓക്കെ, പിന്നെ ഒരു കാര്യം, അവരായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഇത് നിങ്ങളുടെ അടുത്തുള്ള ഒരു വികാരമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇതാണ് ആ ഒരു പേഴ്സണ് നിങ്ങളുടെ അടുത്തുള്ള ഒരു ഇത്. പിന്നെ അല്ലാണ്ട് അവരായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അവർ പേഴ്സണലി ഫേസ് ചെയ്യുന്നത്, അവരുടെ ലൈഫിൽ സെൽഫായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്, അവർ വളരെയധികം ഒരു തടസ്സത്തിലോട്ടും ഒരുപാട് പ്രശ്നത്തിലൊക്കെയാണ് നിൽക്കുന്നത്. അവർക്കും ഇപ്പോൾ സമയം അത്ര ഇതായിട്ട് കാണുന്നില്ല. കാരണം അവർക്ക് നിങ്ങളുടെ കാര്യമാണെങ്കിലും അല്ലെങ്കിൽ അവരിപ്പോൾ എന്താണോ ഡീല് ചെയ്യുന്നത് അതാണെങ്കിൽ ശരി, നിങ്ങളുടെ കാര്യം വിടാം, അവരായിട്ട് ഇപ്പോൾ എന്താണോ ഡീല് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ അവർക്ക് ഭയങ്കരമായിട്ടുള്ള കോംപ്ലിക്കേഷൻ ഉണ്ട്. എന്ത് ശരി, അവിടെ എന്ത് ശരി എന്ത് തെറ്റെന്ന് അറിയത്തില്ല. എന്താ എൻ്റെ ലൈഫിൽ മാത്രം ഇതെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്നുള്ളത് ഒരു പഴി അവർ സ്വന്തമായിട്ട്, എന്ന് വെച്ചാൽ രാത്രി കിടക്കുമ്പം ഒരു സമാധാനമായിട്ടൊരു ഉറക്കം കിട്ടാത്ത ഒരു അവസ്ഥയിലൂടെയാണ് അവരുടെ ലൈഫ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് അറിയത്തില്ല ഞാൻ ഇതിന് മാത്രം എന്താ ചെയ്തത്, അല്ലെങ്കിൽ ഞാൻ നിൽക്കുന്ന സിറ്റുവേഷൻ ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ വന്ന് ചേർന്നത്, എനിക്ക് എൻ്റെ മൈൻഡ് ഇങ്ങനെ മാറിയത്, എനിക്കൊന്നും അറിയത്തില്ലല്ലോ, ഞാനിപ്പോൾ ഏത് ലോകത്താണ്, എനിക്കെന്നാൽ നിൽക്കുന്ന ഒരു സ്ഥലത്തും എനിക്കൊരു സമാധാനവും ഇല്ല, സന്തോഷവും ഇല്ല, ഞാൻ എങ്ങോട്ട് പോയാലാണ് എനിക്ക് ലൈഫിൽ സമാധാനം കിട്ടുക, ഹാപ്പിനെസ് കിട്ടുക എന്നൊക്കെ അവർ ചിന്തിച്ച് കൂട്ടുന്ന ഒരു അവസ്ഥയായിട്ടാണ് ഞാൻ കാണുന്നത്. ഓക്കെ, ലൈക്ക് അവരായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ ഏതാണോ, മേ ബി അവരുടെ ചുറ്റും ഫ്രണ്ട്സ് കാണും, ഫാമിലി കാണും, അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആൾ കാണും, അവരുടെ ഒരു ഫ്രസ്ട്രേഷൻ ഇറക്കി വെക്കാനായിട്ടാണെങ്കിൽ പോലും അവർക്ക് ആൾക്കാർ കാണും. പക്ഷേ അവർക്ക് അത് ആരോട് അവരുടെ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ അത് അവർക്ക് തീരത്തില്ല. അത് അവർക്ക് തന്നെ അറിയാം. അവരുടെ ഒരു കംഫർട്ട് സോൺ അല്ലെങ്കിൽ സംതിങ്, എൻ്റെ ഒരു പ്രശ്നം മനസ്സിലാക്കിയിരുന്നത് എവിടെയാണ് എന്ന് അവർ റിയലൈസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സമയം, അതായത് അങ്ങനെ ഭയങ്കരമായിട്ടൊരു കോൺഫ്ലിക്റ്റ് മനസ്സിൽ വരുമ്പം തന്നെ ഭയങ്കര മാനസികമായിട്ടുള്ള ഒരു വിഭ്രാന്തി വരുമ്പോഴും ആ ഒരു സമയത്തും നിങ്ങളെപ്പറ്റി ആലോചിക്കുന്നുണ്ട്. അവരുണ്ടായിരുന്നെങ്കിൽ, അവളുടെ ഒരു പ്രസൻസ് അല്ലെങ്കിൽ അവൻ്റെ ഒരു പ്രസൻസ് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ചിലപ്പോൾ എൻ്റെ ലൈഫിൽ ഞാനിപ്പോൾ നിൽക്കുന്ന സിറ്റുവേഷനൊക്കെ എനിക്ക് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമായിരുന്നു, എനിക്ക് ആ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് തട്ടിക്കളഞ്ഞിട്ട് അല്ലെങ്കിൽ അതൊക്കെ പോയിട്ട് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇതിപ്പോൾ എനിക്ക് അങ്ങോട്ടും പോകാൻ പറ്റത്തില്ല, ഇങ്ങോട്ട് വന്നാൽ എന്ത് ചെയ്യണം എന്നറിയത്തില്ല, അതുപോലത്തെ ഒരു കുരുക്കിലാണ് ഞാൻ പെട്ടിരിക്കുന്നത് എന്നുള്ളൊരു റിഗ്രറ്റും അവർക്കുണ്ട്, ആ ഒരു മനോഭാവം വേദനയും ഒക്കെ അവർക്കുണ്ട്. അങ്ങനെ ഉള്ളതായിട്ടാണ് ഞാൻ കൂടുതലായിട്ട് കാണുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു മിക്സഡ് ഇമോഷൻ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു സൈഡിൽ നിന്ന് നിങ്ങളോട് പറയുകയാണെങ്കിൽ ഒരു പ്രത്യേകിച്ച് പെട്ടെന്ന് ഒരു സഡൻ റിയാക്ഷന് അല്ലെങ്കിൽ അവർ കോണ്ടാക്ട് ചെയ്യും എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം അതിനുള്ള ചാൻസ് ഇപ്പോൾ പെട്ടെന്ന് വളരെ കുറവാണ്. കാരണം അവർക്കിപ്പോൾ അതിന് പറ്റിയൊരു അവസ്ഥയിലൂടെ അല്ല അവർ നടക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളായിട്ട് അങ്ങോട്ട് പോയാൽ പോലും അതിന് എന്ത് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ ഡീല് ചെയ്യും എന്നുള്ളൊരു പേടി അല്ലെങ്കിൽ ഒരു ഉത്കണ്ഠ അവരുടെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ അവർക്ക് തിരിച്ച് ഇങ്ങോട്ട് വരുന്നതിനെ പറ്റി എത്രയൊക്കെ നിങ്ങളെ മനസ്സുകൊണ്ട് ആലോചിച്ചാലും ആഗ്രഹിച്ചാൽ പോലും പറ്റാത്തൊരു വല്ലാത്തൊരു അവസ്ഥയിലാണ് അവർ തൂങ്ങി നിൽക്കുന്നത്. അത് അങ്ങനത്തെ ഒരു എന്തോ ഒരു മനുഷ്യന്മാരുടെ ഒരു സൈക്കിൾ അല്ലെങ്കിൽ അവരുടെ ഒരു സ്റ്റേജ് എന്ന് തന്നെ പറയാം. അയാൾക്കൊട്ടും പറ്റുന്നില്ല, നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഇമ്പ്രൂവ് ചെയ്യാനോ അതിലേക്ക് മാറാനോ ഒന്നും പറ്റാത്തൊരു അവസ്ഥയാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫർദർ മോർ ഏഞ്ചൽ മെസ്സേജ് ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, angels, please guide. Just please. Okay. Angels, please guide. നിങ്ങളോട് പറയാനുള്ള കാര്യം, നിങ്ങളായിട്ട് നിൽക്കുന്ന ഏതൊരു അവസ്ഥയാണോ അവിടെ നിങ്ങൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. അവരിപ്പോൾ അവരുടെ മനസ്സിൽ ഇങ്ങനെ മിക്സഡ് ആയിട്ടുള്ള ഇമോഷൻസ് വന്നു പോകുന്നുണ്ട്. ഓക്കെ, പക്ഷെ ഇത് എനിക്ക് രണ്ടാമത്തെ പ്രാവശ്യം വീഴുന്നതാണ് കേട്ടോ എസ് എന്നുള്ള കാർഡ്. ഇമോഷൻസ് വരുന്നുണ്ട്, പക്ഷെ നിങ്ങൾ ഓക്കെ ഇതിൽ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു വഴിക്ക് അല്ലെങ്കിൽ അവരുടെ ഒരു കാര്യമായിട്ട് അങ്ങനെ പോവുകയാണ്. കാരണം അവർക്ക് അറിയത്തില്ല ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ള ഇതിൽ അറിയത്തില്ല. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇപ്പോഴത്തെ നിലവിലൊരു സിറ്റുവേഷൻ വെച്ചിട്ട് അവർക്ക് ഒരിക്കലും വരാൻ പറ്റത്തില്ല. അത് കാർഡിൽ ഏഞ്ചൽ മെസ്സേജിൽ എടുത്ത് കാണിക്കുന്നുണ്ട്. കാരണം ഒരുപാട് തേർഡ് പാർട്ടീസ് സിറ്റുവേഷൻസ് അവർ നിൽക്കുന്ന ഒരു റിലേഷൻസിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഒരുപാട് നിലവിൽ ഞാനിപ്പോൾ കാണുന്നുണ്ട്. പക്ഷേ നിങ്ങൾ കുറച്ചും കൂടെ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പം
ഇത് ഈ ഒരു റിലേഷൻ അല്ലെങ്കിൽ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, അവർക്ക് ഒരുപാട് സമയം അവിടെ പിടിച്ചു നിൽക്കാൻ അവരുടെ ഒരു എനർജി വൈസ് ആണെങ്കിൽ പോലും അവർക്ക് പറ്റത്തില്ല. പക്ഷെ നിലവിൽ പറ്റത്തില്ല. നിലവിൽ ഓക്കെ ഒന്നും നടക്കത്തില്ല. പക്ഷെ നിങ്ങൾ കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൻ്റെ വരവ് നിങ്ങളുടെ ലൈഫിലേക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് ഏഞ്ചൽസ് പറയുന്നത്. അവിടെ ഒരു ഡിസിഷൻ എടുക്കേണ്ടത് നിങ്ങളാണ്, വേണമോ വേണ്ടേ എന്നുള്ളത്. ഓക്കെ, അതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പ് വൈസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇപ്പോഴായിട്ട് നിങ്ങൾ നിൽക്കുന്ന ഏതൊരു സ്റ്റേജാണോ അത് നിങ്ങൾ കുറച്ചും കൂടെ തരണം ചെയ്യേണ്ടി വരും. ആ ഒരു പേഴ്സൻ്റെ സ്റ്റേജും അത് കഴിഞ്ഞിട്ടില്ല. ആ ഒരു പുള്ളിക്കാരൻ അല്ലെങ്കിൽ പുള്ളിക്കാരി ആരായാലും ഒരു സ്റ്റേജിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് വളരെയധികം ഡിപ്രസ്ഡ് ആയിട്ട്. നിങ്ങളിപ്പോൾ വളരെയധികം ഒരു ഡിപ്രസ്ഡ് അല്ലെങ്കിൽ കുറച്ച് പേരൊക്കെ തിരിച്ച് കയറിയിട്ടുണ്ട്. കുറച്ചും കൂടി ഇനി സമയം മാറാനുണ്ട്. അത് കഴിയുമ്പോഴായിരിക്കും ഒരു റിട്ടേൺ വരവ് അല്ലെങ്കിൽ സംതിങ്. തീർച്ചയായിട്ടും ഒരു വരവ് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, റിട്ടേൺ വരുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. പക്ഷെ ഇത് ഏത് സമയം എന്ന് കാണിക്കുന്നില്ല. കുറച്ചും കൂടി ടൈം എന്തായാലും നിലവിലില്ല എന്നും പറയുന്നുണ്ട്. ഉടനെയും കാണത്തില്ല. കുറച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഇതാണ് നിങ്ങൾക്കുള്ളൊരു ഗൈഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.